ഹലോ ഫ്രണ്ട്സ്, വെംലോക്സിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ കുറച്ച് പപ്പീസൊക്കെ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പല പപ്പീസിൻ്റെ റേറ്റൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഡൗട്ട് അടിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ റേറ്റ് ചില പപ്പിക്ക് കൂടുതലായിരിക്കും. അതായത് പപ്പീൻ്റെ ബ്രീഡിനനുസരിച്ച് മാത്രമല്ല റേറ്റ് വരുന്നത്, അതിൻ്റെ ക്വാളിറ്റിയും നോക്കിയിട്ടാണ് പപ്പിക്ക് റേറ്റ് ഇടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച പപ്പി ഈ ഒരു വീഡിയോയിൽ ഇല്ലെങ്കിൽ ഞാൻ സ്ക്രീനിലായിട്ട് ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു നമ്പറിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രീഡിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രീഡിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ മറക്കാതെ നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് നമ്മൾ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ പെറ്റ് സംബന്ധമായ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള പപ്പി എന്ന് പറയുന്നത് ഗ്രേഡിയൻ്റെ പപ്പിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പിയാണ്. പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് 15,000 രൂപയാണ്. ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ പപ്പീനെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ള പപ്പി എന്ന് പറയുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പിയാണ്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ മെയിൽ പപ്പിയാണ് അവൈലബിളായി വന്നിട്ടുള്ളത്. 13,000 രൂപയാണ് റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ്. ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ പെട്ടെന്നൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഗാർഡിങ്ങിനും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിലും ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറഞ്ഞ ബ്രീഡ് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. അടുത്തായിട്ട് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള റോഡ് വില്ലറിൻ്റെ പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റോഡ് വില്ലറിൻ്റെ മെയിൽ പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലൊക്കേഷൻ വന്നിട്ട് കോഴിക്കോടാണ്. ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ്. പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് 13,500 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ബുൾഡോഗിൻ്റെ മെയിൽ പപ്പീസാണ്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മെയിൽ പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 12,000 രൂപയാണ് പപ്പീൻ്റെ റേറ്റ് വരുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസിനായിട്ട് സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തായിട്ട് നല്ല സ്മോൾ ബ്രീഡ് പപ്പീനൊക്കെ നോക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഷിപ്സുവിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് ഇപ്പോൾ അവൈലബിളായി വന്നിട്ടുണ്ട്. 13,000 രൂപയാണ് പപ്പീൻ്റെ റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ്. ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ പെട്ടെന്നൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തായിട്ട് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലാബിൻ്റെ പപ്പീസാണ്. ലാബിൻ്റെ മെയിലും ഫീമെയിലും ഒക്കെ പപ്പി നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ക്യൂട്ടായിട്ടുള്ള പപ്പീസാണ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് 7,000 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പപ്പീൻ്റെ ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ്. ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ പെറ്റ് സംബന്ധമായ ചാനലാണ്. അപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്നാൽ നമുക്ക് അടുത്ത പപ്പിയിലോട്ട് കിടക്കാം. അടുത്തായിട്ട് സ്മോൾ ബ്രീഡിനൊക്കെ നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ സ്പിറ്റ്സിൻ്റെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള മെയിലും ഫീമെയിലും പപ്പീസ് അവൈലബിളായി വന്നിട്ടുണ്ട്. ഫുൾ വൈറ്റ് പപ്പീസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ലൊക്കേഷൻ വന്നിട്ട് കോഴിക്കോടാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മെയിൽ പപ്പിക്ക് റേറ്റ് വന്നിട്ട് 3,500, ഫീമെയിൽ പപ്പിക്ക് 3,000 ആണ് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പഗ്ഗിൻ്റെ മെയിൽ പപ്പിയാണ്. ലൊക്കേഷൻ വന്നിട്ട് കോഴിക്കോടാണ്. ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ്. അതായത് നമ്മളെ പപ്പീസിനെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് 6,500 രൂപയാണ്. ലൊക്കേഷൻ കോഴിക്കോടാണ്. അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തായിട്ട് ബീഗിളിൻ്റെ പപ്പിയാണ്. മെയിലും ഫീമെയിലും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് ഫീമെയിൽ പപ്പിക്ക് 11,000 രൂപയാണ് റേറ്റ് വരുന്നത്. മെയിൽ പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് 13,000 രൂപയാണ്. ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ്. ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തായിട്ട് റെട്രീവറിൻ്റെ പപ്പിയാണ്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഗോൾഡൻ റെട്രീവറിൻ്റെ പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫീമെയിൽ പപ്പിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ്. ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ്. 12,000 രൂപയാണ് പപ്പീൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ പെറ്റ് സംബന്ധമായ ചാനലാണ്. അപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും മറക്കാതെ നമ്മളെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.